വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. നമ്മൾ വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രൈഡേയിലത്തെ എപ്പിസോഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതിശക്തമായ സന്ദേശങ്ങൾ നമ്മൾ കേട്ടു. എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ ഈ എപ്പിസോഡിന് ശേഷം നിങ്ങൾക്ക് കോമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളിടാം. കർത്താവ് എങ്ങനെയാണ് ഇതിലൂടെ നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. സോ ഇതെല്ലാം വായിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്താറുണ്ട്. അപ്പോൾ തന്നെ ഒത്തിരി പേർക്ക് അതൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഇലൈറ്റ് സ്പോൺസിന് വേണ്ടി പ്രാർത്ഥിക്കാം. എറണാകുളത്ത് നിന്നുള്ളൊരു സിസ്റ്ററാണ്. സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് സിസ്റ്ററിൻ്റെ ലൈഫിൽ ചൊരിഞ്ഞ സകല കരുണയ്ക്കും കൃപയ്ക്കും നന്ദി സൂചകമായിട്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ, ഈ കുടുംബത്തെ വീണ്ടും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദ് പറഞ്ഞ പോലെ ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ കർത്താവെ, അതുപോലെ കർത്താവെ ഈ കുടുംബത്തെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രത്യാശയാൽ നിറയുന്ന ഒരു കുടുംബമായി തീരട്ടെ കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഫാമിലിയെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഒരു ബ്ലെസ്സഡ് ഫാമിലിയായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നിങ്ങൾക്കൊരു പാർട്ട്ണർ ആകണമെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു പാർട്ട്ണറായി തീരുവാൻ സാധിക്കും. നമ്മൾ വീണ്ടും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ ഫ്രൈഡേ ഓൺലൈൻ എക്സ്പീരിയൻസ്. അതിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ബ്ലെസ്സിംഗ് ടുഡേയുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഡിവോഷണൽ ഡയറിയിൽ ഇന്നത്തെ പേജിലേക്ക് വരിക. ജനുവരി 23 ആൻഡ് ദ ഫോക്കസ് വേർഡ് ഈസ് പർപ്പസ്. ഉദ്ദേശമല്ല ഉദ്ദേശ്യം. ആൻഡ് ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഓരോ വ്യക്തിയോടും കുഞ്ഞുങ്ങളുൾപ്പെടെ എല്ലാവരോടും അങ്ങ് സംസാരിക്കണമേ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് മുദ്ര കുത്തുന്നത് പോലെ പതിപ്പിക്കണമേ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഓൾറൈറ്റ്. ഉദ്ദേശ്യം റോമലേഖനം 8:28 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ആൻഡ് വി നോ ദാറ്റ് ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഹിം who have been called according to his purpose. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇത് വളരെ വിശ്വവിഖ്യാതമായ ഒരു വചനമാണ്. ഒത്തിരി പേർക്ക് ആശ്വാസം നൽകുന്നൊരു വചനം കൂടിയാണ്. കാരണം ജീവിതത്തിൽ എന്തു വന്നാലും അവസാനം നല്ലതിനാണ് എന്നൊരാശ്വാസം നമ്മുടെ എല്ലാവരുടെ അകത്തുണ്ടാകും. എന്നാൽ ആ കോണ്ടെക്സ്റ്റിൽ കുറച്ചുകൂടെ അത് ഡെപ്തുണ്ട് ഈ വചനത്തിന്. ഡെക്ലറേഷൻ നോക്കാം. പ്രഖ്യാപനം. എവറിത്തിങ് ഇൻ മൈ ലൈഫ് അലൈൻസ് വിത്ത് ഗോഡ്സ് പർപ്പസ്. എൻ്റെ ജീവിതത്തിലുള്ള സകലവും ദൈവത്തിൻ്റെ ഉദ്ദേശ്യവുമായി അലൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇണങ്ങിച്ചേരുന്നു. നത്തിങ് ഈസ് വേസ്റ്റഡ് ഇൻ ഹിസ് പ്ലാൻ. തൻ്റെ പദ്ധതികളിലൊന്നും പാഴല്ല. അത് വിശ്വസിക്കാൻ കഴിയുമോ? ബൈബിൾ റീഡിംഗ് പ്ലാൻ ദയവായി നോക്കി വായിച്ച് ഇന്ന് ടിക്ക് ചെയ്യുക. ഈ ഉദ്ദേശ്യം അല്ലെങ്കിൽ പേർപ്പസ് എന്നതിനെക്കുറിച്ച് ബൈ ദ വേ എത്ര പേര് കമൻറ്റ് സെക്ഷനിൽ പേർപ്പസ് എന്നുള്ള വേർഡ് ടൈപ്പ് ചെയ്തു? എല്ലാവരും ടൈപ്പ് ചെയ്യുക. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നവർ ഉദ്ദേശം അല്ല ഉദ്ദേശ്യം, ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അതിടുക. ഉദ്ദേശ്യം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശ്യമുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാൻ പോവുക. നമ്പർ 1, ഗോഡ് ഹാസ് എ ഡിവൈൻ പേർപ്പസ് ഫോർ എവ്രി ലൈഫ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ വിചാരിക്കുന്നത് എന്നെക്കുറിച്ച് കർത്താവിന് പ്രത്യേകിച്ചൊന്നും വലിയ ഉദ്ദേശമൊന്നും ഇല്ലായിരിക്കും. ഈ അബ്ദുൽ കലാമിനെ കുറിച്ചൊക്കെ ഉണ്ടെന്നറിയാം. അതുപോലെ വില്യം കേറിയെക്കുറിച്ചൊക്കെ ഉണ്ട്. ഐഡാസ് ഖഡറിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒത്തിരി ഫ്ലോറൻസ് നൈറ്റിംഗേൽ, അവരൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നവർ. പക്ഷേ ഞാൻ ആരാലും അറിയപ്പെടാത്ത ഒന്നിനും വലിയ പ്രത്യേക കഴിവൊന്നുമില്ലാത്ത എന്നെക്കുറിച്ച് ദൈവത്തിന് വല്ല ഉദ്ദേശമുണ്ട്. ദാറ്റ് ഈസ് റോങ്. ദൈവത്തിന് ഓരോ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും ഉദ്ദേശ്യമുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 8:28 നമ്മളിപ്പോൾ കണ്ട സ്ഥലത്ത് നമ്മൾ വായിക്കുന്നത്,
അവസാനം ഇംഗ്ലീഷിൽ ഹൂ ഹാവ് ബീൻ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കെന്നാണ് നമ്മൾ മലയാളം ട്രാൻസ്ലേഷൻ പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് അവൻ്റെ ഉദ്ദേശപ്രകാരം, പർപ്പസ് അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്ന. ഇപ്പം എന്നെ ദൈവം വിളിച്ചാൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, അതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ഉദ്ദേശമല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ലൈഫ് ഈസ് നോട്ട് റാൻഡം. ഒത്തിരി പേര് വിശ്വസിക്കുന്നത് ജീവിതം ചുമ്മാ അങ്ങ് പോവുക, കോഴ്സ് ഓഫ് ലൈഫ്, അതും ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈവൻസ് മേ സീം chaotic, but God is weaving everything into a divine design. ചില സമയത്ത് നമ്മുടെ ജീവിതം വല്ലാത്ത ഫേസിലൂടെ പോകും. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ എനിക്കത് ഇവിടെ ഇരുന്നൊന്നും പറയാൻ സാധ്യമല്ല, അതുപോലത്തെ വല്ലാത്ത ഫേസിലൂടെ ലൈഫ് പോയിട്ടുണ്ട്. ഇനി മുന്നോട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. അതുപോലുള്ള ക്രൈസിസിലൂടെ എൻ്റെ ജീവിതം പോയിട്ടുണ്ട്. എല്ലാം തീർന്നു എന്ന് പറയുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് എല്ലാം കൂടെ ഒരു കയോസ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വന്ന് എന്നോട് എൻ്റെ മുമ്പിൽ നിന്ന് കരയാറുണ്ട്. ചില സമയത്ത് എൻ്റെ ബ്രദർ ചില സമയത്ത് വാട്സാപ്പിൽ മെസ്സേജുകൾ അയച്ചും ഒക്കെ ആളുകൾ ഭയങ്കരമായിട്ട് ഇതുപോലൊരു അനുഭവം, ഇതുപോലൊരു ജീവിതം ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്? ശരിയുമാണ്, നിങ്ങളുടെ ജീവിതം ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുപോലെയോ അതിനേക്കാൾ കൂടിയ ഗ്രേഡിലോ ഒക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാം നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ടാണ്. സോ ഈവൻസ് മേക്ക് സീം chaotic, ബട്ട് ഗാഡ് ഈസ് വീവിങ് എവറിത്തിങ് ഇൻ ടു എ ഡിവൈൻ ഡിസൈൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും തുണിമില്ലിൽ പോയിട്ടുണ്ടോ എന്നല്ല, പ്രത്യേകിച്ച് ഈ കൈത്തറിയൊക്കെ ഉണ്ടല്ലോ, കൈകൊണ്ട് തന്നെ അതിപ്പോൾ വീണ്ടും ഖാദി പോലെയുള്ളതൊക്കെ വീണ്ടും വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ സ്കൂളിലൊരു ചർക്ക ഉണ്ടായി. ചർക്ക അറിയാമല്ലോ, നൂലൊക്കെ ഇതാക്കുന്നതും. അപ്പോൾ തന്നെ തറി എന്ന് പറയുന്ന ഒന്നുണ്ട് അല്ലേ, കാലുകൊണ്ട് ചവിട്ടുകയും കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് തുണി നെയ്യുന്ന യന്ത്രം. അതിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ടീച്ചേഴ്സ് അതുപയോഗിച്ച് ഇൻ്റർവെൽ സമയത്ത് അത് ഉപയോഗിക്കാനായിട്ട് എനിക്കൊരു പെർമിഷൻ തന്നിരുന്നു. അങ്ങനെ ഏത് സ്റ്റാൻഡേർഡ് ആണെന്ന് എനിക്ക് പറഞ്ഞു, എനിക്കൊന്ന് 7ാം ക്ലാസ്സിലായിരിക്കണം, 5ലോ 6ലോ 7ലോ ഒക്കെ പഠിക്കുന്ന UP സ്കൂളിലാണ് പഠിക്കുന്ന സമയത്ത് ക്രാഫ്റ്റ് ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ തറിയിൽ കൊണ്ടുപോയി ഇത് നെയ്യാനായിട്ട്, അങ്ങനെ ആ വർഷം എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവെല്ലിൽ കുറച്ച് ടൈമേ കിട്ടുള്ളൂ. അങ്ങനെ തോർത്തുണ്ടല്ലോ, നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് തോർത്ത്, അതിൻ്റെ ഇടയ്ക്ക് 2 കര ഉണ്ട്, ഇങ്ങനെ 2 ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് തോർത്തുകളുണ്ടാക്കി. ആ വർഷത്തെ ആനിവേഴ്സറിയിൽ അത് ലേലം ചെയ്തു. അതിൻ്റെ പൈസ സ്കൂൾ ഫണ്ടിലേക്ക് ഇട്ടു. അതുപോലെ ക്രാഫ്റ്റ്, ഇതിനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ഞാൻ പറയാൻ വന്നതൊന്നുമല്ല, ഈ നെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ വളരെ സിമ്പിൾ, ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ, എന്നാൽ കസവ് സാരികൾ തുടങ്ങി പലതും ഡിസൈനുള്ള നൂല് ഇങ്ങനെ പാകി കൊണ്ടുവരേണ്ട പലതും ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു ഐഡിയയുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൂല് ആകപ്പാടെ ഒന്നും മനസ്സിലാകാത്തൊരു സംഭവമാണ്. പക്ഷേ ഇത് നൂല് പാകി ഊടും പാവും പാകി അവസാനം വരുമ്പോൾ ബ്യൂട്ടിഫുൾ ഡ്രസ്സ് കയ്യിൽ വരും. ജീവിതത്തിൽ ഇതുപോലെ ഊടും പാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും ഇങ്ങനെ ചേർന്ന് ഇങ്ങനെയൊക്കെ പോവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവസാനം ഇത് എല്ലാം കൂടെ നെയ്ത് കഴിയുമ്പോൾ ഭംഗിയുള്ളൊരു ഡ്രസ്സായി മാറുന്നത് പോലെ അത് വീവർക്കറിയാം, നെയ്യുന്ന ആൾക്കറിയാം അവസാനം എന്താ. കാരണം അതിൽ ആദ്യം തന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിന് പ്രകാരമാണ് ഇത് ഉണ്ടാക്കുന്നത്. അവസാനത്തെ പ്രോഡക്റ്റ് അതായിരിക്കും, അവസാനത്തെ ഔട്ട്പുട്ട് അതായിരിക്കും. ഇതുപോലെ ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്തിലെത്തി. ചിലരോട് പരിശുദ്ധാത്മാവെന്ന് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങളാകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹ ജീവിതം കംപ്ലീറ്റ്ലി തകർന്നു പോയി, തരിപ്പണമായി, എന്തിന് ഞാനിത് തിരഞ്ഞെടുത്തു എന്ന അവസ്ഥയിലായിരിക്കാം. ശരിയാണ്, അബദ്ധങ്ങൾ പറ്റിക്കാണും, തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് കാണും. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം വരുത്താനും ഇതൊക്കെ ഒന്ന് മാറ്റിമറിച്ച്
ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരാൻ ഏതവസ്ഥയിലും ദൈവത്തിന് സാധിക്കും എന്നുള്ളതാണ് പ്രത്യാശയുടെ വചനം. ചിലർക്ക് വിശ്വാസമായിട്ടില്ല, എന്നെ നോക്കുന്നുണ്ടില്ലേ? എൻ്റെ സിസ്റ്ററെ, എൻ്റെ ബ്രദറെ, സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഞാൻ ചുമ്മാ പറയുമല്ല, ഒരിക്കലും മാറാത്ത ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പേഴ്സണൽ ഗ്യാരണ്ടി തരികയല്ല, കർത്താവിൻ്റെ ഉറപ്പാണ്, വചനത്തിൻ്റെ ഉറപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെങ്കിലും, ഒരുപക്ഷെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കാം നിങ്ങളിതിപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, ഇതോടെ തീർത്തേക്കാം, അപ്പോൾ അവർക്ക് സമാധാനമാകുമല്ലോ. ഇങ്ങനെയുള്ള പല 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 വിഷമസന്ധികളിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളെ ഈ ഷേപ്പിൽ നിന്നും അവസ്ഥകളെ മാറ്റിയെടുക്കാൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണീർ ചോരയുള്ള ദൈവമാണ്, സ്നേഹമുള്ള ദൈവമാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 29:11 എന്താ പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വചനമാണ്. ജെറമയ 29:11. For I know the plans I have for you. നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്ലാനുകൾ എനിക്കറിയാം. ദൈവം പറയാം എല്ലാവരോടും. നിങ്ങളെക്കുറിച്ചുള്ള സിസ്റ്ററെ, ബ്രദറെ, കുഞ്ഞുങ്ങളെ, മുതിർന്നവരെ, അങ്കിളുമാരെ, ആൻറ്റിമാരെ, എല്ലാവരോടും പറയുക, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതാ എഴുതി വച്ചിരിക്കുന്നു, നിങ്ങളുടെ ബൈബിളിലുണ്ട്. യിരെമ്യാവ് 29:11. ഡിക്ലെയർസ് ദ ലോർഡ് പ്ലാൻസ് ടു പ്രോസ്പർ യു. എന്ത് പ്ലാനാണുള്ളത്? നിങ്ങളെ ഐശ്വര്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നടത്താൻ. ആൻഡ് നോട്ട് ടു ഹാം യു. നിങ്ങളെ തകർക്കാനല്ല, നിങ്ങൾക്ക് ദോഷം വരുത്താനല്ല. പ്ലാൻസ് ടു ഗിവ് യു ഹോപ്പ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് എ ഫ്യൂച്ചർ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രത്യാശ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ആകുന്നു. ഹല്ലേലൂയ. എത്ര ഭയങ്കരമാണ്! ഇത് വിശ്വസിക്കാൻ പറ്റുമോ? അയ്യോ, ആരോടൊക്കെയോ എൻ്റെ ഉള്ളിൽ നിന്നും, എൻ്റെ ആത്മാവിൽ നിന്നും വളരെ ശക്തമായിട്ടാണ് ഈ ദൂത് പുറപ്പെടുന്നത്. എനിക്കറിയാം, ഈ ദൂത് നിങ്ങളെ പണിയും. ഈ ദൂത് നിങ്ങളുടെ അകത്ത് ഡെലിവറൻസ് കൊണ്ടുവരും. I know this is from the Lord. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യം പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ തെറ്റായൊരു ജോലി തിരഞ്ഞെടുത്തിരിക്കാം, തെറ്റായ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തിരിക്കാം, തെറ്റായ പല തിരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തിരിക്കാം. പക്ഷേ കുഴിയിൽ നിന്ന് പോലും പുറത്തെടുക്കാൻ, അവർ ഇറങ്ങിപ്പോയ കുഴികളിൽ നിന്നും അവൻ അവരെ കയറ്റി. 107 സങ്കീർത്തനമൊക്കെ വായിച്ചോളൂ. ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അങ്ങനെയുള്ളവരെ അവൻ വിടുവിച്ചു. കപ്പൽ കയറി യാത്ര ചെയ്ത ആളുകൾ വഴിതെറ്റി അവിടെ ഇവിടെയൊക്കെ പോയി തകർന്ന് തരിപ്പണമായവരെ ദൈവം ആശിച്ച തുറമുഖത്ത് എത്തിച്ചു. ഇനി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കണം. വഴിതെറ്റി എത്ര അകലെ പോയാലും, പ്രകാശവർഷങ്ങൾ അകലെ പോയാലും, അവിടെ നിന്ന് തിരിച്ച് തൻ്റെ മാറിൽ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ചിലരെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ എല്ലാവരെയും, യോനയുടെയൊക്കെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു അങ്ങോട്ട് പോയി. നമ്മൾ സാധാരണ പറയാറുള്ളത്. നിനവിലേക്ക് പോകാൻ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ടാർഷിഷ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കപ്പൽ കയറിപ്പോയി. അവിടെ ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു, കപ്പലിൽ നിന്നും പുറത്തിട്ടു. അതൊരു വലിയ മത്സ്യം വന്ന് വിഴുങ്ങി. 3 ദിവസം അതിൻ്റെ അകത്തിരുന്നു. പിന്നെ അവിടെ നിന്ന് തുപ്പി കഴുകിയെടുത്തു. പിന്നെ പോയി ശുശ്രൂഷിച്ചു, ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അത് കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടി പോയി കിടക്കുമോ, അവിടെ നിന്ന് തിരിച്ചെടുത്ത് കൊണ്ടുവന്നു. ഇതുപോലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അല്ലെങ്കിൽ ദൈവം ഇന്നത് ചെയ്യാൻ പറഞ്ഞു, ഓപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയുള്ളവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കരം ഇന്നും പ്രവർത്തിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും ഒരു ഹല്ലേലൂയ ഇട്ടേ. ടൈപ്പ് ചെയ്യ്. ഹല്ലേലൂയ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട്. നമ്പർ 2, പർപ്പസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ബർത്ത്. ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ ഓരോ ജീവിതത്തെക്കുറിച്ചുമുള്ള, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം ജനിച്ചു കഴിഞ്ഞ് പേര് വിളിച്ച് സ്കൂളിൽ ചേർത്ത്, അല്ലെങ്കിൽ LKG പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ 4-ാം ക്ലാസ് 7-ാം ക്ലാസ്, അല്ലെങ്കിൽ ഹൈസ്കൂൾ കഴിയുമ്പോഴല്ല ദൈവം ഇന്ന ഉദ്ദേശത്തിനാണെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നത്. നോ,
ദൈവത്തിൻ്റെ ഉദ്ദേശം ജനനത്തിന് മുമ്പ് സ്ഥാപിതമായി. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം ദൈവം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. Psalm 139 and verse 16 നോക്കിയേ. സങ്കീർത്തനങ്ങൾ 139:16. Your eyes saw my unformed body. നിൻ്റെ കണ്ണുകൾ എൻ്റെ രൂപം പ്രാപിച്ചിട്ടില്ലാതിരുന്ന്. കണ്ടിട്ടുണ്ടല്ലോ ഈ ഗർഭാവസ്ഥയിൽ ഈ ശിശു ഇരിക്കുന്ന ഇരിപ്പ് ഒരു കശുവണ്ടിപ്പരിപ്പ് പോലെ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ പ്രാപിക്കുന്നതിന് മുമ്പേ നിൻ്റെ കണ്ണുകൾ എന്നെ കണ്ടു. All the days ordained for me were written in your book before one of them came to be. ഈ ഓരോ ദിവസവും സംഭവിക്കേണ്ട കാര്യങ്ങൾ, ഓരോ ദിവസവും ജനിച്ചു വീഴുന്നതിന്, ഓരോ ദിവസവും ഉണ്ടാകുന്നതിന് മുമ്പ് നിൻ്റെ പുസ്തകത്തിൽ എഴുതി. എഫീസ് ലേഖനം 2:10 എന്താ പറയുന്നത് നോക്കാം. Ephesians 2:10. For we are God's handiwork, created in Christ Jesus to do good works, which God prepared in advance for us to do. അവിടെ പറയുന്നത് നാം ക്രിസ്തുയേശുവിൽ അവൻ്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടു. ഓക്കെ, വിച്ച് ഗോഡ് പ്രിപ്പേർഡ് ഇൻ അഡ്വാൻസ് ഫോർ അസ് ടു ഡു. ദൈവം എന്ത് ചെയ്തു? മുന്നമേ നമുക്ക് വേണ്ടി അത് ഒരുക്കിയിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഇത് പ്ലാൻഡാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശുശ്രൂഷകരുടെ ഒരു മീറ്റിങ്ങിൽ പറയായിരുന്നു, പ്ലാൻ എവറിത്തിങ് ഇൻ അഡ്വാൻസ്. നമ്മുടെ പ്ലാനുകളൊക്കെ നേരത്തെ ചെയ്യണം. ആ ഒരു ഗുണപാഠം എനിക്ക് കിട്ടിയ ദൈവത്തിൽ നിന്നാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തേക്കുക. നമ്മൾ ഒരു വർഷത്തിന് മുമ്പാണ് പ്ലാൻ ചെയ്തത്. ഈ വർഷത്തെ 2026 ഡിവോഷണൽസ് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ഗ്ലോറിയിൽ ധ്യാനിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു വർഷം മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് അതിന് ആ ട്രാക്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ നീ എത്ര ദിവസം മുമ്പാണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര മാസം മുമ്പാണ്, അല്ലെങ്കിൽ എത്ര വർഷം മുമ്പാണ് പ്ലാൻ ചെയ്യുന്നത്? കർത്താവ് പറയും, ലോകസ്ഥാപനത്തിന് മുമ്പ്. ഈ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, പ്രപഞ്ചം നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിനറിയാം ഇങ്ങനൊരു ഭൂമി ഉണ്ടാകും, അതിൽ ഞാൻ പുരുഷനെ സൃഷ്ടിക്കും, സ്ത്രീയെ സൃഷ്ടിക്കും, അവർ വഞ്ചിക്കപ്പെടും, താഴെ വീഴും, അവർ വീണ് കഴിയുമ്പോൾ അവരെ വീണ്ടെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ വരണം, അതിൻ്റെ പദ്ധതികൾ ഇതെല്ലാം ഒരുക്കണം. അപ്പോൾ ദൈവം പദ്ധതികൾ ഒരുക്കുന്നത് ഈവൻ ആ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പാണ്. ഇത്രയും അഡ്വാൻസായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ എല്ലാം കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യുന്നത് നല്ലതല്ലേ? സ്കൂൾ കുട്ടികളോടൊക്കെ പറയുക, തലേദിവസം പഠിക്കുന്ന പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഒന്ന് നിർത്തിക്കൂടെ? എല്ലാവരോടും ഞാൻ പറയാം, കുറച്ച് നേരത്തെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നതല്ല, ദൈവത്തിൽ നിന്നും നമുക്ക് കോപ്പി അടിക്കാവുന്ന നല്ല ഗുണമാണ്. പ്ലാൻ എവറിത്തിങ് ഇൻ അഡ്വാൻസ്. നമ്മെക്കുറിച്ചുള്ള ജീവിത ഉദ്ദേശം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മുടെ മാതാപിതാക്കന്മാർ ജനിക്കുന്നതിന് മുമ്പ്, ആദാം ജനിക്കുന്നതിന് മുമ്പ്, ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ് കർത്താവ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ ആകെയുള്ള ജോലി അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തോട്ടിറങ്ങുക, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് ഈ മോർണിംഗ് ഗ്ലോറി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തോട്ടിറങ്ങുക, റോഡിൽ പോയിട്ടൊരു 100 പേരോട് ചോദിക്കുക, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? എന്താ പദ്ധതിയോ? ദൈവമോ? എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ചേച്ചി എന്തിനാണ് ജീവിക്കുന്നത്? അതറിയൂടെ, നമ്മൾ ജനിച്ചു പോയില്ലേ, ജീവിക്കണ്ടേ? അപ്പച്ചൻ എന്തിനാണ് ജീവിക്കുക? അതറിയില്ല. നമ്മൾ ശ്വാസമുള്ളവരെ ജീവിക്കണം. നമുക്ക് മക്കളും കൊച്ചുമക്കളൊക്കെ ഇല്ലേ, അവർക്ക് നന്മയൊക്കെ ചെയ്താൽ ജീവിക്കണം. അല്ല, എന്തിനാ ജീവിക്കുക? അത് മോനെന്തിനാ അതെന്നോട് ചോദിക്കുന്നത്? അത് ദൈവത്തോട് ചോദിക്കും. ഒത്തിരി പേർക്ക് അവരുടെ ജീവിത ഉദ്ദേശം അറിയില്ല. നിങ്ങൾക്ക് വീടിന് താക്കോലുണ്ടോ, വീടിൻ്റെ ചാവിയുണ്ടോ, ഒന്ന് എടുത്ത് നോക്കുക, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് തുറയുന്നൊരു വലിയ വീടാണ്. ഒരു കൊട്ടാരം തുറക്കാനും ഇതുപോലൊരു താക്കോല് മതി. സോ ഒരു എ കീ മേ ലുക്ക് വെരി സ്മോൾ, ബട്ട് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ടു ഓപ്പൺ എ സ്പെസിഫിക് ഡോർ. ഓരോ താക്കോലും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക, എല്ലാ വാതിലും തുറക്കാനല്ല, ഒരു പ്രത്യേക വാതിൽ തുറക്കാനാണ്. നമ്മുടെ വീട്ടിലുള്ള ഓരോ വാതിലിനും, ഓരോ ഡ്രോയറിനും, ഓരോരോ കാര്യങ്ങൾക്കും ഓരോ താക്കോലാണ്. എല്ലാത്തിനും കൂടി ഒരു താക്കോലല്ല. ഇതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന 8 ബില്യൺ പീപ്പിൾ, 800 കോടി ആളുകൾ ഓരോ താക്കോലാണ്. അവർ
പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഒരു താക്കോൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെ അതിൻ്റെ കട്ട്സ് ഉള്ളതുപോലെ എല്ലാവരും എയർപോർട്ടിൽ ചെന്നാൽ എവിടെ ചെന്നാൽ ഈ ബയോമെട്രിക്സ് ഒക്കെ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ 800 കോടി മനുഷ്യരും ഇടയും ഈ ഇതിനെന്താ വിളിക്കുന്നത്, ഈ ഫിംഗർ ആ പാറ്റേൺ ഉണ്ടല്ലോ, അത് വ്യത്യാസമുണ്ട്. ഐറിസ് പാറ്റേൺ വ്യത്യാസമുണ്ട്. ബയോമെട്രിക്സ് അതുകൊണ്ടാണ് വിജയിക്കുന്നത്. ആൾമാറാട്ടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇൻ ദ സെയിം വേ എവ്രി ലൈഫ് ഹാസ് എ ഗോഡ് ഡിസൈൻഡ് അസൈൻമെൻറ്റ്. ശരിയാണോ ഞാൻ പറയുന്നത്? എല്ലാവർക്കും ദൈവമായി ഡിസൈൻ ചെയ്ത ഒരു പ്രത്യേക ചുമതലയുണ്ട്, ഒരു പ്രത്യേക കർത്തവ്യം ചെയ്ത് തീർക്കാനുണ്ട് ഈ ഭൂമിയിൽ. നമ്പർ 3, പർപ്പസ് ഈസ് ഡിസ്കവേർഡ് ത്രൂ ഒബീഡിയൻസ്. അനുസരണത്തിലൂടെയാണ് ദൈവിക ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒത്തിരി പേര് കണ്ടെത്തുന്നില്ല. അവർ സാധാരണ മൃഗങ്ങളെ പോലെ ജീവിച്ചു പോകും. സാധാരണ ആളുകൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു. Proverbs 16:9 സദൃശവാക്യങ്ങൾ 16:9 വായിച്ചു നോക്കി. ഇൻ ദെയർ ഹാർട്ട്സ് ഹ്യൂമൻസ് പ്ലാൻ ദെയർ കോഴ്സ് ബട്ട് ദ ലോർഡ് എസ്റ്റാബ്ലിഷസ് ദെയർ സ്റ്റെപ്സ്. അവരുടെ ഹൃദയങ്ങളിൽ ഹ്യൂമൻസ് പ്ലാൻ ദെയർ കോഴ്സ്, മനുഷ്യർ അവരുടേതായ ചില പദ്ധതികളുണ്ടാക്കും, ഉദ്ദേശങ്ങളുണ്ടാക്കും. ബട്ട് ദ ലോർഡ് എസ്റ്റാബ്ലിഷസ് ദെയർ സ്റ്റെപ്സ്. എന്നാൽ ദൈവമാണ് അവരുടെ കാൽ ചുവടുകൾ ഓർഡൈൻ ചെയ്യുന്നത്. അതുപോലെ സങ്കീർത്തനം 37:23 വായിച്ചു നോക്കണം. ദ ലോർഡ് മേക്സ് ഫേം ദ സ്റ്റെപ്സ് ഓഫ് ദ വൺ ഹു ഡിലൈറ്റ്സ് ഇൻ ഹിം. തന്നിൽ സന്തോഷിക്കുന്ന, തന്നിൽ ആനന്ദിക്കുന്നവരുടെ ചുവടുകൾ ദൈവം ക്രമപ്പെടുത്തുന്നു. ഗോഡ് റിവീൽസ് പർപ്പസ് പ്രോഗ്രസീവ്ലി ആസ് വി വാക്ക് ഇൻ ഒബീഡിയൻസ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കർത്താവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ചേർന്ന് നടക്കുമ്പോൾ, ഒറ്റയടിക്കല്ല, സ്റ്റെപ്പായി നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തും. ഇപ്പോൾ എനിക്ക് ഇത്രയും വയസ്സായി. കഴിഞ്ഞ വർഷങ്ങളിൽ സ്റ്റെപ്പായി ഓരോരോ സമയങ്ങളിൽ കർത്താവ് ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി മുന്നോട്ടുള്ളതെല്ലാം എനിക്ക് അറിഞ്ഞുകൂടാ. സമയമാകുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തും. നമ്പർ 4 എഴുതുക. ട്രയൽസ് ഡു നോട്ട് ക്യാൻസൽ പർപ്പസ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ റദ്ദാക്കുന്നില്ല. എല്ലാവരും ടൈപ്പ് ചെയ്യണം, പ്ലീസ്. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക പ്ലീസ്. ട്രയൽസ് ഡു നോട്ട് ക്യാൻസൽ ഗോഡ്സ് പർപ്പസ് ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളും കഠിനതകളും ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല, റദ്ദാക്കിയില്ല. ദാറ്റ് ഈസ് വെരി പവർഫുൾ. ഇത്ര ഓർത്താൽ മതി. ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിന് വേണ്ടി, അത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെങ്കിൽ ജീവിതത്തിൽ കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ വരുമ്പോൾ വിചാരിക്കും, ദൈവം എന്നെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ ട്രാക്ക് തെറ്റി എല്ലാം പോയി. നോ. ജനസിസ് 50:20 വായിച്ചു നോക്കണം. ഉൽപ്പത്തി പുസ്തകം 50:20 എനിക്ക് തോന്നുന്നു ഒത്തിരി പ്രാവശ്യം നമ്മളിത് എടുത്തിട്ടുണ്ട്. യു ഇൻറ്റൻഡഡ് ടു ഹാം മീ ബട്ട് ഗോഡ് ഇൻറ്റൻഡഡ് ഇറ്റ് ഫോർ ഗുഡ് ടു അക്കംപ്ലിഷ് വാട്ട് ഈസ് നൗ ബീയിങ് ഡൺ, ദ സേവിങ് ഓഫ് മെനി ലൈഫ്സ്. നിങ്ങളെനിക്ക് ദോഷം വരുത്താൻ ശ്രമിച്ചു, എന്നാൽ ദൈവം നിങ്ങളിന്ന് കാണുന്നത് പോലെ അനേകരുടെ രക്ഷയ്ക്കായി അത് ഗുണമാക്കി തീർത്തു. യോസഫിൻ്റെ സ്വന്തം സഹോദരങ്ങൾ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഇതാണ് ദൈവത്തിൽ നിന്നുള്ള ദൂത് എനിക്ക് നിങ്ങളോട് പറയണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് വരാൻ പോവുക. എഴുതി വെച്ചോ. വിശ്വാസമുണ്ടെങ്കിൽ ഈ ഡയറിയിൽ എഴുതിക്കോ. നിങ്ങളുടെ ലൈഫിലൊരു ട്വിസ്റ്റ് വരാൻ പോവുക. ഇത് ശക്തിയേറിയ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നു. ഇപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ പറയാം, ഈ മൂവികൾ, ഈ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കഥകൾ, നോവലുകൾ, ഇതിനെല്ലാം അതിൻ്റെ അവസാനത്തോടെത്തുമ്പോൾ ഈ നോവലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഈ തിരക്കഥാകൃത്ത് അവസാനം ഒരു ട്വിസ്റ്റ്, ഒരിക്കലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒട്ടും വിചാരിക്കാൻ പറ്റാത്ത രീതിയിൽ കഥ അങ്ങ് പെട്ടെന്ന് മറിയും. അതിലാണ് എക്സൈറ്റ്മെൻറ്റ്, അവിടെയാണ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നത്. ഇത് തന്നെയാണ് യോസഫിൻ്റെ ലൈഫിൽ സംഭവിച്ചത്, അല്ലേ? ആരെങ്കിലും വിചാരിച്ച ആ നാട്ടിൽ, സ്വന്തം അപ്പനും അമ്മയും വിചാരിച്ചായിരുന്നു, സഹോദരങ്ങൾ വിചാരിച്ചായിരുന്നു ഇവൻ ഇങ്ങനെ ഒരു പൊസിഷനിലെത്തുമെന്ന്. ഹലോ സിസ്റ്റർ, ബ്രദർ, ഞാനാ പറയുന്നത്, നിങ്ങളതേ ഒരു സ്ഥലത്തെത്തിക്കും. ദൈവിക പദ്ധതിയിൽ നടന്നാൽ, ബ്രാക്കറ്റിൽ
ദൈവത്തിൻ്റെ ഉദ്ദേശം കണ്ടെത്തിയാൽ അതിനെന്ത് ചെയ്യണം? ചേർന്ന് നിൽക്കണം, ചേർന്ന് നടക്കണം, കർത്താവിനോട് ചേർന്നിരിക്കണം. അങ്ങനെ ഒന്ന് ഇരുന്ന് നോക്ക് മക്കളെ. ദൈവം ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ ഒരു ട്വിസ്റ്റ് വരുത്തും. അവിടെ വെച്ച് എല്ലാം മാറി മറിയും. ഇന്ന് ഇതുവരെ തലയിൽ ചവിട്ടുമെത്തയാക്കി നിങ്ങളെ തകർത്തവർ നിങ്ങളുടെ അടിയിൽ വരും. ആണ് യോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ബിട്രയൽ, പെയിൻ, ഡിലേ കനോട്ട് ഡിസ്ട്രോയ് ഗോഡ്സ് പ്ലാൻ. ചില സമയത്ത് ചിലർ നിങ്ങളെ വഞ്ചിച്ചിരിക്കുക, നിങ്ങളെ തകർത്തു, ഇനി ഒന്നുമില്ല, ഇനി എഴുന്നേൽക്കില്ല, അതുപോലെ ആക്കി കളഞ്ഞിരിക്കുക, നശിപ്പിച്ചിരിക്കുക. ചില സമയത്ത് ഭയങ്കരമായ വേദനയിലൂടെ പോകുമായിരിക്കുക, സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ വിചാരിക്കും ഗത്സമൻ തോട്ടത്തിൽ പോലും കർത്താവ് പോലും ഇത്ര സഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചിന്തിക്കത്തില്ല. ഒരുപക്ഷെ വിചാരിക്കുന്ന ഇടത്തൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒത്തിരി എല്ലാം താമസിക്കുകയാണ്, വൈകിപ്പോകുന്നു, എല്ലാം തകർന്നു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളെ, പ്ലാനുകളെ, പദ്ധതികളെ ഒരിക്കലും അത് തകർത്ത് കളയുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിത്ത് അത് ഹാർവസ്റ്റ് തരണം, വിളവെടുപ്പ് നടക്കണമെങ്കിൽ അതിനെ ആദ്യം കുഴിച്ചു മൂടണം. അതിൻ്റെ ശവസംസ്കാരം നടത്തിയാൽ മാത്രമേ വിത്ത് വിളവ് തരൂ. ഇതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സിസ്റ്റൻസ് പോലും ഇല്ല എന്നതുപോലെ നമ്മൾ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥകളിൽ വരാം. അവിടെ നിന്നാണ് ദൈവം ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ലൈഫ്, ഒരു പുതിയ ഫേസ്, ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ഇരുന്ന് പറയുന്നില്ല, വളരെ പരിശുദ്ധാത്മ നിറവിൽ അഭിഷേകത്തിലുമാണ് സംസാരിക്കുന്നത്, വിശ്വസിച്ചേ പറ്റൂ. നമ്പർ 5, പർപ്പസ് ഇസ് ബിഗർ ദാൻ പേഴ്സണൽ സക്സസ്. നമ്മുടെ വ്യക്തിപരമായ ജീവിത വിജയത്തെക്കാളൊക്കെ വലുതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 13:36 വായിച്ചു നോക്കണം. ആക്ട്സ് 13:36. Now when David had served God's purpose in his generation, he fell asleep. He was buried with his ancestors and his body decayed. എൻ്റെ മലയാളം എടുത്ത് വായിച്ചു നോക്ക്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കിയപ്പോൾ അതിനുശേഷം അദ്ദേഹം നിദ്ര കൊണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ പർപ്പസ് ഈസ് നോട്ട് അബൌട്ട് ബിൽഡിങ് അവർ നെയിം. നമ്മുടെ ഒരു വലിയ പേരുണ്ടാക്കി, ഈ ഭൂമിയിൽ വലിയൊരു പേരുണ്ടാക്കിയിട്ട് പോവുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇറ്റ് ഈസ് അബൌട്ട് സെർവിങ് ഗോഡ്സ് പ്ലാൻ ഇൻ അവർ ജനറേഷൻ. നമ്മുടെ ഈ തലമുറയിൽ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ ഈ തലമുറയെ നമ്മൾ സേവിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പർപ്പസ് ഗിവ്സ് മീനിങ് ടു ലൈഫ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം കിട്ടുന്നത് എപ്പോഴാണ്? പറയട്ടെ, ഒരു ഉദ്ദേശമുള്ളപ്പോഴാണ്. നമുക്കൊരു ജീവിതോദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ ഏത് നേരം ഇങ്ങനെ ജീവിക്കാമെന്ന് മാത്രം 3 നേരം 4 വരെ ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് ഇടുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ആ സന്ധ്യയായ വിശ്വസമായി ഇങ്ങനെ ജീവിക്കുക. എന്നാൽ ലൈഫിലൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഫ്യൂവൽ. നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഇന്ധനമാണത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:21. ഫിലിപ്പ് ലേഖനം 1:21 കാണുന്ന ഫോർ ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. പൗലോസ് പറയുക, തൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ്, ലക്ഷ്യം എന്താണത്? എന്നെ സംബന്ധിച്ചിടത്തോളം പൗലോസ് പറയുക, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. ആരെങ്കിലും എന്നെ തല്ലിക്കൊന്നാലും എനിക്ക് ലാഭം. കാരണം നേരത്തെ അവിടെ ചെല്ലാം, രക്തസാക്ഷി ആയതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് പോയിൻറ്റ്സും കിട്ടും. നല്ലതല്ലേ? സോ എ ലൈഫ് കണക്റ്റഡ് ടു ഗോഡ്സ് പർപ്പസ് ക്യാൻ നെവർ ബി വേസ്റ്റഡ്. ദൈവത്തിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതം ഒരിക്കലും പാഴായി പോവില്ല. എൻ്റെ റിക്വസ്റ്റാണ് ഈ വർഷം, ഈ ദിവസങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള, അവരവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം കണ്ടെത്തണം. അതിനെന്ത് ചെയ്യണം? വളരെ ദൈവത്തോട് ചേർന്ന് നടക്കണം. പ്രാർത്ഥനയിൽ, വചനം ധ്യാനിക്കുന്നതിലൂടെ ചേർന്ന് നടക്കുമ്പോൾ കുറേശ്ശെ ആയത് ചുരുളഴിഞ്ഞ് പുറത്തു വരും. കൈനീട്ട് കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കും. ഇത് കേട്ട് എല്ലാവരും അവരവരുടെ ജീവിതോദ്ദേശം ദൈവത്തിൽ നിന്ന് കണ്ടെത്താനിടയാക്കണമേ. കൂടാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു, രോഗികൾ സൗഖ്യമാകട്ടെ. ഈ ഒരു ശിരസിൻ്റെ തലയുടെ ഒരു സൈഡിൽ വേദനയുള്ളവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുക. അതുപോലെ ഈ കഴുത്ത്, ഷോൾഡർ തുടങ്ങി ഭയങ്കര പെയിനുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു.
ബാക്ക് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജോയിൻറ്റ് പെയിനുകൾ മാറിപ്പോട്ടെ. ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് കൈനീട്ടാം. കർത്താവ്, ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു. വിടുതലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ ബൈ.